കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. ഞാൻ തന്നെ കണ്ടിട്ടില്ല ഇത്രയും ബ്ലോക്ക് ആയിട്ടൊരു ഈജാറിന്റെ കേസ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ വന്നേക്കുന്ന വണ്ടി വന്നത് ബ്ലാക്ക് സ്മോക്ക് ആയിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഈജാറിന് അയച്ചു നോക്കിയാണ്. അതിൽ ടർബോടെ വാക്ക മോഡിലോട്ടൊന്നും വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ ഈജാർ അയച്ചപ്പോ കണ്ട സീനായി കാണേട്ടാ. ഇത് കണ്ടോ, കേക്കല്ല ഇത്, അതിനകത്ത് അടിച്ചു കൂടിയേക്കുന്ന കരിയാണ്. അതായത് ഈ ഹോള് കാണാൻ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. ഫുള്ള് ബ്ലോക്ക് ആയി പോയി കേട്ടോ, കംപ്ലീറ്റ് ബ്ലോക്കാണ് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈജാറിന്റെ കൂളറൊക്കെ കണ്ടോ, കൂൾ ഇത്രയും ബ്ലോക്ക് ആയിട്ടുള്ള കൂടെ എന്തിനോ കണ്ടില്ല കേട്ടോ. ഒടുക്കത്തെ ബ്ലോക്ക് ഇതുണ്ടോ, ഇത്ര ഇറങ്ങേണ്ടതാണ്. ഇതിനകത്തും ബ്ലോക്ക്, ഇതിനകത്ത് നിറച്ച കരിയാണ്, ഇത്ര ഇറങ്ങേണ്ടതാണ്. പക്ഷെ ഇതിന്റെ ഈ ഹോള് വരെ ബ്ലോക്ക് ആയി പോയി കണ്ടോ, ഹോള് വരെ ബ്ലോക്ക് ആയി പോയി. ഇതിനകത്തൊക്കെ നിറച്ച് കരി കയറി ബ്ലോക്ക് ആയി പോയി. നല്ല കറുത്ത പോകയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ വാക്ക് മോഡുലേറ്റർ, ടർബോടെ ഈ വാക്ക് മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല ബ്ലാക്ക് സ്മോക്ക് ആയിരുന്നു. ഈ വാക്ക് മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല കേട്ടോ. കൈ കൊണ്ട് ഇത്രയും ബലം കൊടുത്തിട്ടും ഈ സാധനം അനങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ടൈറ്റ് ആയി പോയിട്ടുണ്ട്. ഈ മോഡുലേറ്റർ മാറ്റണം. ഇതാണ് മെയിൻ പ്രശ്നം. സാധാരണ നമുക്ക് എഞ്ചിൻ വർക്കൊക്കെ വരുമ്പോഴാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത്. വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ വർക്ക് വരുമ്പോഴാണ് ശരിക്കും ഇതുപോലെ കോല് മിക്സ് ആയിട്ട് കയറി വരാറ്. എന്നാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഓടിച്ച് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ചിലപ്പോൾ വൈറ്റ് സ്മോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ബ്ലാക്ക് മാറിയിട്ട്. എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഓടിച്ച് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. എന്തായാലും ഇത്രയും ബ്ലോക്കുള്ളൊരു ഈജാർ കേസിങ്ങോ അല്ലെങ്കിൽ വാൽവോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ ബ്ലോക്ക് ആയിക്കണം, നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് അടഞ്ഞു പോയി, ഹോള് മൊത്തം അടഞ്ഞു പോയി കേട്ടോ. അതുപോലെ ഈ കൂടറിന്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് അടഞ്ഞു പോയി. അപ്പൊ അതുപോലെ ഇതിന്റെ കാറ്റലിക് കൺവെർട്ടർ ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അവസ്ഥ, എന്റെ കയ്യിൽ കരിയുന്നുണ്ട്. എന്തായാലും കാണിച്ചിട്ട് നോക്കിക്കോണേ. കണ്ടോ, കാണുന്നുണ്ടോ, കണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മൾ തോണ്ടെടുക്കുമ്പോൾ അവസ്ഥ ഉണ്ടോ, കണ്ടോ. കൈ കൊണ്ട് തോണ്ടെടുക്കുമ്പോൾ അവസ്ഥയാണ് കാണുന്നത് കേട്ടോ. വെറുതെ ഒന്ന് കൈ കൊണ്ട് തോണ്ടെടുക്കുമ്പോൾ കണ്ടോ, അത്രയ്ക്കും കാര്യം നടന്നിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, വളരെ മോശാവസ്ഥയിലാണ് ഈ കൺവെർട്ടർ കേട്ടോ. ഇനിയിത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല പണിയാണ്. എന്തായാലും മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് കയറ്റിയിട്ടൊന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് പറഞ്ഞുതരാം. എന്തായാലും ഇത്രയും മോശാവസ്ഥയിലൊന്നും ആക്കാൻ നിൽക്കരുത് കേട്ടോ. ഇങ്ങനെ വണ്ടികൾ യൂസ് ചെയ്യുന്നവര് മാക്സിമം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഒന്ന് ഈ കാർബൺ ക്ലീനിങ് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല ബ്ലാക്ക് സ്മോക്ക് ഒക്കെ ഉണ്ടാവും. വണ്ടിക്ക് തന്നെ മൈലേജ് ചെയ്യുന്ന കസ്റ്റമറാണ്, പക്ഷെ നല്ല ബ്ലാക്ക് സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി ബാക്കിയുള്ളവർക്ക് പുറകെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത്രയും മോശാവസ്ഥയിൽ ഇപ്പോൾ ഇതിന്റെ അവസ്ഥ. എന്തായാലും ഞാനത് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.